53-ാമത്തെ പദ്യമാണ് നമ്മൾ വായിച്ചത്. പദ്യം ഇതാണ്: കേവല നില തോன்றாமல் കെടുത്തത് പഞ്ചകോശം ജീവനും ജഗത്തുമാകി ജനിത്ത വിക്ഷേപമല്ലോ ആവരണം താനെ പാഴ് അനർത്ഥമെன்று ഉരൈത്തതേതോ മേവനും ഗുരുവേ വിനാവിടിൽ മകനെ കേളായി. കേവല നില തോன்றாமல் കെടുത്തത് ബ്രഹ്മാത്മാ ഐക്യസ്ഥിതിയെ രജ്ജുവിന്റെ വിശേഷ രൂപത്തെ സർപ്പം പോലെ അറിയാൻ സാധിക്കാത്ത വിധം മറച്ചത് പഞ്ചകോശം ജീവനും ജഗത്തുമാകി, അതായത് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നുള്ള പഞ്ചകോശങ്ങളും അവയുടെ അഭിമാനിയായ ജീവനും ആകാശാദി ജഗത്തുമായി ജനിത്ത ഉണ്ടായ വിക്ഷേപമല്ലോ വിക്ഷേപശക്തിയാണല്ലോ. ഇങ്ങനെ വിക്ഷേപത്തിനെ തന്നെ കേടായി മറച്ചിരിക്കുമ്പോൾ ആവരണം താനെ, ഈ ആവരണമാണ് ഉയരുകളുടെ ഉള്ളത്ത് ഉണർവിഴി കുരുടാം വണ്ണം മറച്ച് പാഴാക്കി കളഞ്ഞതെന്ന് 40-ാം പദ്യത്തിലും ഊന്റിയ ഭവ്യാധി ഉണ്ടാക്കും ഉപാധി ഇതേ എന്ന് 50-ലും ഉരയ്ത്തതേത് അരുളി ചെയ്തത് എന്ത് കാരണത്താലാണ്? മേവനും ഗുരുവേ എന്ത് അപൂർവമായി ദർശിക്കാൻ കഴിയാത്ത ആചാര്യരായ എന്ന് വിനാവിടിൽ കേൾക്കുകയാണെങ്കിൽ മകനെ കേളായി. അല്ലയോ മൈന്ദ, അതിൻ്റെ ഉത്തരം ഞാൻ പറയും, കേൾക്കുക. ഇതാണ് ആ പദ്യം. അത് നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചതും പറഞ്ഞതുമാണ്. എങ്കിലും ഒന്ന് അല്പം ഒന്ന് റെഫർ ചെയ്യുക. അതായത് സത്യത്തിൽ വിക്ഷേപശക്തിയാണോ ആവരണ ശക്തിയാണോ കേടെന്ന് നോക്കിയാൽ അവർ പറയുന്നു ഈ ആവരണ ശക്തിയാണ് ഇതിൽ പ്രധാനമായിട്ടിരിക്കുന്നത്. ആവരണം എന്ന് വെച്ചാൽ ഇതിനെ മറിച്ചിടുന്നു. തന്റെ സ്വരൂപത്തെ അറിയാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അതെന്നുള്ള ഒരു സാമാന്യ രൂപം അതിൽ പ്രകാശിച്ചിട്ട് അതിലാണ് സർപ്പം, ജലധാര, മാല, പള്ളം. കാര്യം ഈ പറയുന്ന അതെന്നുള്ളത് ഇതിന്റെ സാമാന്യ രൂപമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ്. പക്ഷെ അതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന നാമരൂപമായിട്ട് ആരോപിക്കപ്പെട്ടിരിക്കുന്ന മാലയോ കയറോ പാമ്പോ ഒന്നും അത് കേവലം അധ്യസ്ഥമാണ്, അതിൽ തോന്നിയതാണ്. അതാണ് പറഞ്ഞത്, അത് ഓരോരുത്തരുടെ സങ്കല്പം പോലെയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ കയറ് കണ്ടുടനെ എല്ലാവർക്കും പോയി പാമ്പെന്ന് തോന്നണമെന്നില്ല. ചിലർ പറയും അത് ഭൂമിയുടെ വിള്ളലായിട്ട് ചിലർക്ക് പ്രതീതമാവും, ചിലർക്കത് ഒരു വഴി കിടക്കുന്നതായിട്ട് പ്രതീതമാവും. എങ്ങനെ ആയാലും ശരി, അതിന്റെ വാസ്തവത്തെ അറിയാൻ സാധിക്കാതെ വന്നപ്പോൾ അതിൽ ഏർപ്പെട്ട ഒരു സങ്കല്പമാണ് ഈ ബ്രഹ്മമായിട്ട് നിൽക്കുന്നത്. അതാണ് ഇവർ പറയുന്നു, അങ്ങനെ ഒരു ബ്രഹ്മമാണ് തന്റെ ആത്മാവിൽ തന്നിൽ തോന്നിയിരിക്കുന്ന ഈ പ്രപഞ്ചം എന്നാണ് അവർ പറയുന്നത്. ഇത് എങ്ങനെയാണോ അതിനെ അതായിട്ട് കാണാൻ സാധിക്കാത്തത്, ഇപ്പൊ കയറിനെ കയറായി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് പാമ്പെന്നുള്ള ഒരു അധ്യാസം അതിൽ രൂപപ്പെട്ടത്. അപ്പൊ ഇവിടെ നോക്കണം, അറിയാൻ സാധിക്കാത്ത അതിനാണ് ആവരണം. ഈ ആവരണ ശക്തിയാണ് മുക്തി കൂടാമൽ കെടുത്ത കേട് എന്ന് വെച്ചാൽ തനിക്ക് മുക്തി ഉണ്ടാവാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് ഈ ആവരണം എന്നാണ് സ്വാമിയുടെ ഈ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അത് എന്താണെന്ന് അറിയാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഞാനൊന്നും അതൊന്നും ഇതൊന്നും ഒക്കെയുള്ള ഒരു സാമാന്യ രൂപം ഇതിൽ പ്രകാശിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അവർ പറയുന്നത് ഈ ഞാനെന്ന് പറയുന്നത് ഇതിന്റെ ആത്മാവിന്റെ ഒരു സാമാന്യ രൂപമാണത്. പക്ഷെ അതിന് എന്താണ് കുഴപ്പം? വ്യക്തമില്ല. അതാണ് അവ്യക്ത തത്വമാണ്. ഒരു വ്യക്തത ഇല്ലാതെ ആണ് അതിന് പ്രതീതമായി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതിൽ പാമ്പെന്നും എല്ലാം ഓരോ ആരോപങ്ങൾ അതിൽ ജനിച്ചു. ഈ ജനിച്ചതിനെയാണ് ആരോപം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആത്മാവായ താൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന ആളല്ല. അത് ഒരു അനന്ത ബോധമാണ്. അതിന് അത്ര എന്ന് നിർണ്ണയിക്കാൻ അനന്തന് പോലും സാധിക്കാത്ത ഒന്നാണ്. അലൗകികമാണ്. അതിലാണ് ഈ പ്രതീതി ഉണ്ടായിട്ട് അതിൽ ഭ്രമിച്ചുകൊണ്ട് തന്നെ അറിയാതെ എല്ലാവരും കുടുങ്ങി നിൽക്കുന്നത്. ഈ ഭ്രമം ഇത് നമ്മളെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ തോന്നി ഈ വിക്ഷേപം ഉണ്ടാക്കി, ഈ വിക്ഷേപമാണല്ലോ പ്രശ്നം എന്നുള്ളതാണ് ശിഷ്യൻ ചോദിക്കുന്നതെങ്കിലും ഗുരുവിന് പറയാൻ മറുപടി അതല്ല. വിക്ഷേപം നമുക്ക് മുക്തിക്ക് അനുകൂലമാണ്. കാരണം ഇതാണോ എന്ന് തിരഞ്ഞു പോയി ഇതല്ലെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അത് തിരയുന്നത് അവിവേകം കൊണ്ടാണ്. അതിൽ ആ വിവേകത്തെ ഉപദേശിച്ച് ഇയാളെ നേരെയാക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ശ്രുതി ചെയ്യുന്നത്. കാരണം ഈ ആവരണത്തെ ഗുരുവാണ് മാറ്റുന്നത്. ഇവിടെ ഗുരു തത്വമസ്യാദി മഹാവാക്യ ഉപദേശം കൊണ്ടായിരുന്നു മാറ്റുന്നത്. അതിനു മുമ്പ് കിട്ടുന്ന നമ്മുടെ ഈ ശാസ്ത്ര
പിന്നെ അറിവുകളെല്ലാം നമുക്കൊരു വിവേകത്തെ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു പര്യാപ്തമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരു വിധത്തിൽ ശിഷ്യൻ തൻ്റെ വിക്ഷേപത്തെ ഒരളവ് വരെ അടയ്ക്കാൻ മാത്രമേ ഗുരുവിനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ ഒരു അധികാരിയായ ഒരു പുരുഷൻ ഇവിടെ ഈ ലോകകാര്യങ്ങളിലെല്ലാം ഒരു വിരക്തി ഉണ്ടായവനായിരിക്കണം. ആ വിരക്തി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിത അനുഭവം കൊണ്ട് തന്നെ അവനുണ്ടായി വരണതാണ്. പതുക്കെ അത് ഒരു പക്ഷേ ഈ ജന്മം കൊണ്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അനന്ത ജന്മങ്ങളിലായിട്ട് ഈ ജീവൻ ഈ പല പല കാര്യങ്ങളിൽ പ്രവർത്തിച്ചു ആ വിവേകത്തെ ഉണ്ടാക്കിക്കൊണ്ട് വരെയുണ്ടായി. ഓരോന്നിനും ചെന്നിട്ട് അതിൽ കടുത്ത പരാജയവും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ജീവൻ ഇതിനെയൊക്കെ വിടണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴും. അത് ഈശ്വരൻ അങ്ങനെയാണ് ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ആർക്കും പൂർണ്ണമായ ഒരു സന്തോഷത്തെ സുഖത്തെ കൊടുത്തിട്ടില്ല. സ്വാമി പറയും ഇതിൽ 3-4 പിറവികളുള്ളതിൽ മനുഷ്യനാണ് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവമുള്ളത്. ദേവന്മാർക്കില്ല. ദേവന്മാർക്ക് സുഖാനുഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് മുക്തി അടയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമെന്നാണ് വേദം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദുഃഖം കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ദുഃഖത്തിൽ നിന്ന് മാറണം എന്നൊരു ജീവൻ ആഗ്രഹിക്കും. ദുഃഖ നിവൃത്തി എന്നാണ് ഇതിൻ്റെ പേര്. ദേവന്മാർക്ക് ദുഃഖം അങ്ങനെയില്ല. അതുകൊണ്ട് അവർക്ക് മനുഷ്യരായി ജനിച്ചാലേ അവർക്ക് മുക്തിയുള്ളൂ എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ വിധിയുണ്ട്. ഇരിക്കട്ടെ, ഈ ആവരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. തോറ്റമാം ചത്തിദാനും തുൻപമാം പവമാനാലും ആറ്റലാൽ ബുദ്ധി ചേർവർക്ക് അനുകൂലമാകും കാണിയിൽ ഊറ്റമാം പകർകാലം പോലും ഉപകാരം നിശയിലുണ്ടോ മാറ്റമെന്നുരപ്പേൻ മൈന്ദ മറിപ്പതു മികപ്പൊല്ലാരെ. ഇത് വായിച്ചത്. ഇത് പറയുന്നത് ഈ വിക്ഷേപരൂപമായ ശക്തിയും അവിവേകിക്ക് അഭിമാന രൂപമായി പുണ്യഭാവ വശത്താൽ ദുഃഖപൂർണമായ ജനനത്തിന് കാരണമായിരിക്കുന്നെങ്കിലും, കാരണം ഈ ജനനം എന്ന് പറയുന്നത് നമ്മൾ ദുഃഖപൂർണമെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം ആ കുംഭിപാത നരകം തൊട്ട് തുടങ്ങുകയാണ്. അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ആരംഭിക്കുകയാണ് ആ ദുഃഖത്തിൻ്റെ ഒരു പട്ടിക തന്നെ ശാസ്ത്രങ്ങൾ വിവരിച്ചിരിക്കുന്നതായിട്ട് അതിശയിച്ചു പോകും. സർവത്ര ദുഃഖമയമാണ് ഈ ജന്മം, ഈ ജീവിതം. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിച്ച് മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കാൻ ഒരു ആൾ തയ്യാറാവുന്നത്, ഒരു ജീവൻ തയ്യാറാവും. ഇനി ഒരു പക്ഷേ അത് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ അവർക്കതിന് താല്പര്യമില്ല. അങ്ങനെയല്ല, അവരും മുക്തിക്ക് തന്നെ ശ്രമിക്കുന്നു. പക്ഷെ വേദത്തെ പിടിച്ചല്ല, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെ പിടിച്ച് ഒരു നല്ല വീട് വെച്ചാൽ സുഖമായിരിക്കാം എന്ന് കരുതി ഒരു വീട് വയ്ക്കും. കുറച്ച് സമ്പാദ്യങ്ങളുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് സമ്പാദിച്ചു വയ്ക്കുക. കുറച്ച് 1-2 സന്താനങ്ങളുണ്ടെങ്കിൽ അവർ നമുക്കൊരു രക്ഷയായിരിക്കും എന്ന് വിചാരിച്ച് കുട്ടികൾ ഇങ്ങനെ ഓരോന്നിലും അവനും ഈ ദുഃഖത്തിന്റെ നിവൃത്തിക്കായിട്ട് തന്നെയാണ് പരിശ്രമിക്കുന്നത്. പക്ഷെ ഒരു വേദ അസന്നിഗ്ധമായി പറഞ്ഞു ആ രൂപത്തിൽ ഒരിക്കലും ഈ ദുഃഖ നിവൃത്തി ഇതിൽ വരില്ല. എന്നിട്ട് വേദം പറഞ്ഞു അതെല്ലാം മേൽക്കുമേൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നത് കൂട്ടിക്കൂട്ടി വരാനുള്ള കാര്യങ്ങളായിട്ട് മാത്രമേ അതെല്ലാം ഇരിക്കുന്നുള്ളൂ. അത് കണ്ടുപിടിച്ചവർ. കാരണം എന്താണെന്ന് വെച്ചാൽ പണം ഇല്ലാതിരുന്നപ്പോൾ പണമില്ല എന്നുള്ള ഒരു ചെറിയ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ പണം വന്നപ്പോൾ ഇനി അതിനെ സംരക്ഷിക്കാനും മറ്റാളുകൾ അത് എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള കുശാഗ്രമായിട്ട് ആലോചിക്കാനും വക്രബുദ്ധികൾ ഉപയോഗിച്ച് അതിനെ എങ്ങനെ സൂക്ഷിക്കണമെന്നും അങ്ങനെ ഇങ്ങനെ 1000കണക്കിന് കാര്യങ്ങളില്ലാത്ത ദുഃഖം അനുഭവിക്കേണ്ടി വരും. മനസ്സിലായി? പണമില്ലായിരുന്നപ്പോൾ പണമില്ല എന്നൊരു ദുഃഖം മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ഓരോന്നും ഇതുപോലെ കുട്ടികളില്ലായിരുന്നപ്പോൾ കുട്ടികളില്ല എന്നൊരു ദുഃഖമേ ഉള്ളൂ. പക്ഷെ കുട്ടികൾ വന്നപ്പോൾ അത് സംബന്ധിച്ചുള്ള ദുഃഖങ്ങളുടെ പട്ടിക പറഞ്ഞാൽ തീരുമോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലൗകികമായി ദുഃഖ നിവൃത്തിക്ക് ശ്രമിക്കുന്നവരാണ് അജ്ഞാനികളായ ജീവന്മാർ. അവർ ദുഃഖ നിവൃത്തിക്കാണ് ശ്രമിക്കുന്നത്. പക്ഷെ വേദം വന്ന് നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞു ഈ രൂപത്തിൽ ഈ ദുഃഖ നിവൃത്തി ഇതിൽ ഒരിക്കലും സംഭവ്യമല്ല. പിന്നെ എന്താണ് വേണ്ടത്? ഈ സുഖം, ഈ ആനന്ദം നിന്റെ ആത്മാവിന്റെ സ്വരൂപമാണ്. അതിനെ അറിഞ്ഞാൽ മാത്രമേ ആ ദുഃഖ നിവൃത്തിയും വന്ന ആനന്ദപ്രാപ്തി രൂപമായ മോക്ഷം ഉണ്ടാവൂ. മുക്തിയെയാണ് ആഗ്രഹിക്കുന്ന എല്ലാവരും. ആ മുക്തിക്ക് എന്താണ് ഇവിടെ ആവശ്യം എന്ന് ചോദിച്ചാൽ നല്ല വിവേകമാണ് ആവശ്യം. വാസ്തവത്തിൽ നമ്മളെല്ലാം മുക്തന്മാരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ അത് അറിയുന്നില്ല. ഒരു സ്വാമി പറഞ്ഞൊരു കഥ നമുക്ക് ഇവിടെ ഓർമ്മിക്കും.
അതായത് ഒരാൾ ഒരു 4 കഴുതകളെ കൊണ്ട് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വഴിമധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു തടാകം കണ്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒന്ന് ഇറങ്ങി ആ മുഖക്ഷാളനമൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ വിട്ട് കുടിച്ച് പോകാനൊക്കെ കരുതിക്കൊണ്ട് ഈ കഴുതകളെല്ലാം ഇയാൾ തട്ടിത്തട്ടിയല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അയ്യോ അത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കളയല്ലോ എന്നൊരു ഭയം വന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾ ആലോചിച്ച് എന്ത് ചെയ്യാം. അപ്പോഴാണ് തൊട്ടടുത്ത ഒരു കട. അപ്പോൾ അയാളടുത്ത് എന്ന് പറഞ്ഞ് കുറച്ച് കയറ് തരുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞത് അവിടെ കുറച്ച് കയറങ്ങാണ്ട് കിടപ്പുണ്ട്, വേണം എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ കയറെടുത്തുകൊണ്ടൊന്ന് ഈ കഴുതകൾ ഓരോന്നായി ഇട്ടു. 3 കഴുതയെ കെട്ടാൻ തികഞ്ഞുള്ളൂ. 4-മത്തതിന് കയറില്ല. അയാൾ വിഷമിച്ചു. അപ്പോൾ അയാൾ വിചാരിച്ചു, അയാൾ തന്നെ പോയി പറഞ്ഞു ഒരു കഴുതയിൽ കൂടെ കെട്ടണം, കയറ് വേണമെന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തത്? മറ്റേ കഴുതയെ കെട്ടിയത് ഇവൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ കാര്യം ചെയ്യും, അതിനെ കെട്ടുന്നത് പോലെ ഇങ്ങനെ ഭാവിക്കാൻ പറയും. ഇങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ കെട്ടി അവിടെ കൊണ്ട് കെട്ടിയതായിട്ടൊക്കെ ഭാവിക്കാൻ പറഞ്ഞിട്ട് പോകാൻ പറയും. അങ്ങനെ ഇയാൾ ഈ മനുഷ്യൻ പറഞ്ഞതനുസരിച്ച് കേട്ടിട്ട് നേരെ പോയി ജലത്തിലിറങ്ങി പിന്നെ സ്നാനമൊക്കെ ചെയ്തു വന്നു. തിരിച്ചു വന്നപ്പോൾ എല്ലാവരും നിൽക്കുകയാണ്. 4 പേര് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, ശരി. അപ്പോൾ ഇനി തെളിച്ചു കൊണ്ട് പോകണമല്ലോ. അങ്ങനെ 3 എണ്ണത്തിൻ്റെ കെട്ടഴിച്ചു. 3 എണ്ണത്തിൻ്റെ കെട്ടഴിച്ചിട്ട് തെളിക്കാൻ തുടങ്ങിയപ്പോൾ 3 എണ്ണം നടക്കാൻ തുടങ്ങി. 4-മത്തത് ഒരു വിധത്തിൽ നടക്കുന്നില്ല. കാരണം അതിനെ കെട്ടഴിച്ചില്ല. അപ്പോൾ കെട്ടഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇയാൾക്ക് ഒരു സംശയമായി. ഇയാൾ അടുത്തെന്ന് പറഞ്ഞു ഒരു കഴുത അനങ്ങുന്നില്ല, അന്ന് അതിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ കെട്ടുന്നതായി ഭാവിച്ചില്ലേ, ഇനി അഴിക്കുന്നതായിട്ടൂടെ ഭാവിക്കാം. അങ്ങനെ വന്ന് ഈ കഴുതയുടെ കെട്ട് അഴിക്കുന്നതായിട്ട് ഭാവിച്ചു. തട്ടിയുടനെ കഴുത നടന്നു. ഇതുപോലെയാണ് ജീവൻ യഥാർത്ഥത്തിൽ ബന്ധനസ്ഥനല്ലെങ്കിലും എന്തോ ഒരു ഭാവത്തിൽ ഇത് ബന്ധനസ്ഥൻ എന്നുള്ള രൂപത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ബന്ധത്തെ മാറ്റുന്ന വിധത്തിൽ ഒരു ഉപായത്തിൽ ശ്രുതി ശ്രമിക്കുന്നതാണ്. വാസ്തവത്തിൽ ഇത് ബന്ധമുക്തനാണ്. ഇവൻ മുക്തനാണ്. ഈ ജീവൻ ഒന്നുമായിട്ടും ബദ്ധനല്ല, ഒന്നുമായിട്ട് അതിലൊരു സംഭവമില്ല. അത് കേവലം ഇതിനെല്ലാം സാക്ഷിയായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രജ്ഞ നമുക്കുണ്ടാവുന്നില്ല. അതിന് കാരണം നമ്മൾ ഈ ലോകസത്യബുദ്ധി വെച്ച് ഇതിൽ പെരുമാറുന്ന ആ മാനസികമായ ക്ഷീണങ്ങളാണ് മനസ്സിനെ ദുർബലമാക്കി കളയുന്നത്. മനസ്സിനെ ആ സത്വഗുണപ്രധാനമായി വരാൻ സമ്മതിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഈ ജീവൻ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ജീവനാണ് നമ്മൾ ബന്ധമുള്ളതുപോലെ വിചാരിച്ചുകൊണ്ട് അതിനെ മുക്തനാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ കഥ പോലെ ആ ഒരു ഭാവത്തിൽ ഈ മുക്തി ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുക്തനാകും. ഈ അനുഭവം നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയിൽ ഇത് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു ഈ വിക്ഷേപരൂപമായ ശക്തിയും അവിവേകികൾക്ക് അഭിമാന രൂപമായി പുണ്യഭാവവശത്താൽ ദുഃഖപൂർണമായ ജനനത്തിന് കാരണമായിരിക്കുന്നുണ്ടെങ്കിലും ശ്രവണാദികളെ കൊണ്ട് മോക്ഷമടയാൻ ഇച്ഛിക്കുന്ന വിവേകികൾക്ക് അനുകൂലമാകുക. ഈ ഗുരുശാസ്ത്ര രൂപമായിരിക്കുന്ന ഇതെല്ലാം സഹായകമാകുമെന്ന് നീ അറിയുക. ഇത് ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞു കഴിഞ്ഞു. ഇനി യുക്തി പറയാം. ഊറ്റമാം പകർക്കാലം പോൽ അസാധു സാധു എല്ലാവർക്കും ആലസ്യങ്ങളെ നീക്കി സർവ്വ ഐശ്വര്യങ്ങളെയും ഉണ്ടാക്കുന്നതിന് കാരണമായ പകൽക്കാലത്തെ പോലെ ഉപകാരം നിശിയിലുണ്ടോ? ആ സാധു അസാധുക്കൾക്ക് സഹായമായത് രാത്രികാലത്തിലുണ്ടോ? ബഹുവിധമായ കടും ദുഃഖങ്ങളെ തരുന്നതിനാൽ ഇല്ല. നിന്റെ ചോദ്യത്തിന് ഈ ഉപമാനം മാത്രം പോരാതെ വേറെ എന്ത് പറയാൻ? അതാണ്. എന്നിട്ട് പറയണ ഏറ്റവും കടുപ്പമായത് ദോഷമുള്ളത് ഈ ആവരണ ശക്തിക്കാണ്. രാത്രികാലം ശിഷ്യന്മാർക്കും ദുഷ്ടന്മാർക്കും എല്ലാവർക്കും നിദ്രയ്ക്ക് കാരണമായിരിക്കുന്നു. ബഹുവിധ തുன்பം തരുന്നത് പോലെ ആവരണശക്തി വിവേകി അവിവേകി എല്ലാവർക്കും ജനനത്തിന് മൂല കാരണമായിരിക്കുന്നു. ബഹുവിധമായ പ്രയാസങ്ങളെ അനുഭവിപ്പിക്കുന്നതിനാൽ ആവരണം ഏറ്റവും ദോഷമുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ തന്നെ ഉണരാതെ ആ തന്നിൽ തോന്നിയിരിക്കുന്ന ഈ നാമരൂപ പ്രപഞ്ചത്തിൽ മയങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതാണ് മായ ചെയ്തിരിക്കുന്നു. മായ വേറൊന്നുമല്ല, ഈ ഒരു മയക്കി നിർത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വിഷയത്തിൽ മയങ്ങി നിൽക്കുകയാണ്. ഈ കാണുന്നവൻ ആരാണെന്നുള്ള ഒരു അവബോധം ഇതിലില്ല.
ഇതാരാണ് കാണുന്നത്? നമ്മളോട് സ്വാമി പറയും, കണ്ടതല്ല ഇരിക്കട്ടെ, പക്ഷെ ഇതാരാണ് കാണുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇതാരാണ് കാണുന്നത്? കണ്ണാണോ? പോട്ടെ, മനസ്സാണോ? ഈ ബുദ്ധിയാണോ ഇത് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു പരിധിക്കപ്പുറം ഈ സമാധി അവസ്ഥ ഇതിൽ നിർമ്മിക്കപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഈ സമാധി അനുഭവം ഇതിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് പോലും ഇതെല്ലാ പരിപാടികളും ഇതിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമാധി എന്ന് പറയുന്നത് സവികല്പ സമാധി. ഈ സവികല്പ സമാധിയാണ് വാസ്തവത്തിൽ ഈ ജാഗ്രത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഉണർവുണ്ട്, പക്ഷെ ആ ഉണർവിൽ താനെന്നുള്ള ഒരു ബോധത്തിന് പുറമെ ഈ ലോക കാര്യങ്ങളും കൂടെ വന്ന് മിക്സ് ആവും. യഥാർത്ഥത്തിൽ താൻ മാത്രമേ ഉള്ളൂ. അവരുണർത്തുന്നതും താൻ മാത്രമേ ഉള്ളൂ. അന്യമായിരിക്കുന്നതെല്ലാം കേവലം നാമരൂപങ്ങളാണ്. ആഭരണം, ഈ സ്വർണം തന്നെ മാലയായിട്ടും കമ്മലായിട്ടും ഇരിക്കുന്നു. വാസ്തവത്തിൽ എല്ലാത്തിലും അനുസ്യൂതമായിട്ട് സ്വർണം ഇരിക്കുന്നത് പോലെ സർവത്തിലും തന്മയമായാണ് എല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇരുപ്പ്, വിളക്കം, ആനന്ദം, ഇത് മൂന്നും തൻ്റെ സ്വരൂപമാണ്. ഈ തൻ്റെ സ്വരൂപം തന്നെയാണ്, അല്ലെങ്കിൽ സ്വർണം തന്നെയാണ് മാലയിലൂടെയും കമ്മലിലൂടെയും മോതിരത്തിലൂടെയും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ താൻ തന്നെയാണ് സർവത്ര എല്ലാമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈശാവാസ്യം ഇതും സർവമെന്നും ഈ പറയുന്ന ഏകമേവം അദ്വിതീയം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ ആ ശ്രുതികൾ ഇതിനെയാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത്രേ പറഞ്ഞു തന്നുള്ളൂ. കടുത്ത ദോഷം എന്ന് പറഞ്ഞാൽ ഈ ആവരണ ശക്തിയാണ്. ഈ ആവരണ ശക്തി എങ്ങനെയാണ് ഇതിൽ ഉത്ഭവിച്ചതെന്ന് ചോദിച്ചാൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന് നാസ്തി, ഒന്ന് നഭാതി. നാസ്തി എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നില്ല എന്നുള്ള ദൃഢമായ ഒരു വിശ്വാസം. രണ്ട്, നഭാതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ എനിക്കതിനെപ്പറ്റി ഗ്രാഹ്യമില്ല എന്നുള്ള രണ്ടാമത്തെ ഒരു രൂപം. ഈ രണ്ട് രൂപത്തിൽ ആവരണ ശക്തി പ്രബലമായി എല്ലാവരിലും ഇരിക്കുകയാണ്. ഇതിനെയാണ് ഗുരു നീക്കുന്നത്. ഈ ആവരണത്തെ നശിപ്പിക്കുന്ന ആളുടെ പേരാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ആവരണത്തെ നശിപ്പിക്കാൻ ഗുരു വരും. അതുവരയ്ക്കും ഒരു പരിധി വരെ വിക്ഷേപത്തിന് ശിഷ്യന്മാർ തന്നെ തീർക്കണം. 55-ാമത്തെ പദ്യത്തിൽ ചുഴുത്തിയിൽ പ്രളയത്തിൽ തോറ്റമാം ജഗങ്ങൾ മാണ്ടും അഴുത്തിയ ഭവം പോയി ബുദ്ധി അടയുന്നവർ ഒരുവരുണ്ടോ? മുഴുത്ത വിക്ഷേപമെല്ലാം മുത്തിയിൽ കൂട്ടുനിൽക്കും, കൊഴുത്ത ആവരണം മുത്തി കൂടാമൽ കെടുത്ത കേടേ. 55-ാമത്തെ പദ്യം. ദിവസേന ഉണ്ടാകുന്ന സുഷുപ്തിയിലും മഹാഗർഭത്തിലും തോറ്റമാം ജഗങ്ങൾ മാണ്ടും വിക്ഷേപരൂപമായ ജഗത്തുകൾ നശിച്ചിട്ടും അഴുത്തിയ ഭവം പോയി. അപ്പോൾ നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ ജനനമായത് വീണ്ടും ഉണ്ടാകാതെ നീങ്ങി മോക്ഷമടഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇതുവരെ? അതിനാൽ മുഴുത്ത വിക്ഷേപമെല്ലാം മുഴുവനുമായ വിക്ഷേപമെല്ലാം മുക്തിയിൽ കൂട്ടുനിൽക്കും. മോക്ഷത്തിന് നേരെ അല്ലെങ്കിൽ പരമ്പരയായി കൂട്ടുനിൽക്കും. എന്നാൽ ഘനമായ ആവരണ ശക്തിയാണ് അങ്കുരം പോലെ, വിത്തിൽ അങ്കുരം പോലെ ജീവന്മാരിൽ ഇരുന്ന് അവർ മോക്ഷമടയാതെ കെടുതിയാവുന്നത്. വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഈ ആവരണ ശക്തിയാണ് ഇതിൽ നമുക്ക് മുക്തിക്ക് തടസ്സമായിട്ടിരിക്കുന്നത്. വീണ്ടും പറഞ്ഞു, വിക്ഷേപം മുക്തിക്ക് അനുകൂലമാണ്. കാരണം ആ വിക്ഷേപമാണ് ഗുരുവിനെ കാണാൻ പോകുന്നത്, ശാസ്ത്രം പഠിക്കുന്നതും പ്രയാസപ്പെട്ടാണെങ്കിൽ ശ്രവണം ചെയ്യുന്നതും ഇതെല്ലാം വിക്ഷേപം തന്നെയാണ്. പക്ഷെ ആ വിക്ഷേപം നമുക്ക് മുക്തിക്ക് അനുകൂലമാണെന്ന് സ്വാമിയോട് പറഞ്ഞു. 56. ശുദ്ധിയിൽ വെള്ളി പോലെ തോറ്റിയ തോറ്റமான சக்தியும் பொய்யே என்றால் சக்தி சாதனமாய் வந்த முத்தியும் பொய்யாமென்னில் மோக நித்திரை நிலங்கால் நித்திரை தெளியுமா போல் നിർവാണ നില വെയ്യാമേ. ശുദ്ധിയിൽ വെള്ളി പോലെ, മുത്തുച്ചിപ്പിയിൽ ആരോപിതമായ പ്രാതിഭാസിക വെള്ളി അഥവാ രജതം പോലെ തോറ്റിയ തോറ്റமான ശക്തിയും ബ്രഹ്മത്തിൽ ആരോപമായി ഉണ്ടായ വിക്ഷേപരൂപമായ ശക്തിയും പൊയ്യെ എന്നാൽ വിദ്യയാണെന്ന് പറയുകയാണെങ്കിൽ ശക്തി സാധനമായി വന്ന മുക്തിയും ആ വിക്ഷേപശക്തി രൂപമായി ഗുരുശാസ്ത്രാദി സാധനം കൊണ്ടുണ്ടായ മോക്ഷവും
പൊയ്യാമെന്നിൽ വിദ്യയാകുമെന്ന് പൂർവപക്ഷിയുടെ സംശയം കൊണ്ട് നീ സംശയിക്കുന്നു എങ്കിൽ മോഹനിത്തിര വിലങ്കാൽ അസത്യമായ നിദ്രയിൽ കണ്ട പുലി മുതലായ വിലങ്കിനാൽ നിത്തിരി തെളിയുമാപോൽ നിദ്ര തെളിഞ്ഞ വഴി നിദ്രയുടെ അഭാവരൂപമായ ജാഗ്രം സത്യമാകുന്നത് പോലെ നിർവാണ നിലമെയ്യ ഗുരുശാസ്ത്രാദികളാൽ ഉണ്ടാകുന്ന നിർവാണ സ്ഥിതിയും സത്യമാകുന്നു. അവസ്ഥ അഭിമാനമാണ് ബന്ധം, അതും വൃത്തിവിശേഷമാകുന്നതിനാൽ വൃത്തിയാൽ ചെയ്യപ്പെട്ട ബന്ധമാണ് സംസാരമാകുന്നത്. ഗുരുവിനാലും വേദാന്ത വാക്യങ്ങളിലാലും ഉണ്ടാകുന്ന അഹം ബ്രഹ്മം എന്ന അന്ധകരണത്തിന്റെ വൃത്തിയാൽ പ്രപഞ്ചത്തോടുകൂടി അജ്ഞാനത്തിന്റെ നിവൃത്തിയെ മോക്ഷമെന്ന് പറയുന്നു. കൽപ്പിതത്തിന്റെ നിവൃത്തി അധിഷ്ഠാന രൂപമാകുന്നതിനാൽ മോക്ഷം സത്യമാകുന്നു. സപ്പത്തിന്റെ നിവൃത്തി എങ്ങനെ അധിഷ്ഠാന രജ്ജുരൂപമോ അങ്ങനെ സകല കൽപ്പിത വസ്തുക്കളുടെയും നിവൃത്തി അധിഷ്ഠാന രൂപം തന്നെ, അതിനന്യമല്ല. ഇത് ഭാഷ്യകാരരുടെ സിദ്ധാന്തം, ശങ്കരഭഗവത്പാദന്റെ സിദ്ധാന്തമാണ് പറഞ്ഞത്. ഇവിടെ അനർത്ഥ നിവൃത്തി ബ്രഹ്മരൂപമാകുന്നു. എന്തെന്നാൽ സർവ്വ അനർത്ഥങ്ങൾക്കും അധിഷ്ഠാനം ബ്രഹ്മമായാലും ആ ബ്രഹ്മം ഭാവരൂപമായാലും മോക്ഷം സത്യമാകുന്നു എന്നറിയുക. ആ ഭാവിച്ചു വരുന്ന ആ ബ്രഹ്മത്തിന് പോലും നമുക്ക് ആ മോക്ഷത്തെ കൊടുക്കാനുള്ള പവർ ഉണ്ടെന്ന് അർത്ഥം. കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അതിനെപ്പറ്റി എന്തെങ്കിലും രൂപരേഖ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്കറിയാം, മൗനമാണ്. നിവൃത്തമായിരിക്കുന്ന ഒരു അന്ധകരണ വിശേഷത്തില് അറിയപ്പെടുന്ന ഒരു അനുഭവമാണ് ആ ബ്രഹ്മം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അന്ധകരണത്തിനെ നിശ്ചലമാക്കി, ശാന്തമാക്കി, ഏകാഗ്രമാക്കി ആ സവികല്പ സമാധി വഴി ഇങ്ങനെ വരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അത് തന്നെയാണ്. അപ്പൊ അത് ഭാവരൂപമാണ്, ഭാവനാരൂപമാണ്. പക്ഷെ അതുപോലും കൊടുക്കുന്ന മുക്തി സത്യമാണെന്ന്, ഇത് സത്യരൂപമായ മുക്തിയെ കൊടുക്കുമെന്നാണ് പറയുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധത്തിന്റെ നിവൃത്തി, ബന്ധമോചനം, ഇതാണ് മുക്തി. ബന്ധം എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിനെ ചലിപ്പിക്കുന്ന രൂപത്തില് വിഷയങ്ങൾ നിൽക്കുന്നതിനെയാണ് ബന്ധം എന്ന് പറയുന്നത്. മനസ്സിനെ ചലിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മനസ്സിൽ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തില് ഈ വിഷയങ്ങൾ നിൽക്കുന്നതിനെയാണ് ബന്ധം എന്ന് പറയുന്നത്. എന്നാൽ അറിവുള്ളവർക്ക്, ജ്ഞാനികൾക്ക് ഇതെല്ലാം, ഈ വിഷയങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അവരെ തൊടാൻ സാധിക്കില്ല. അവര് ഇത് സംബന്ധിച്ച് യാതൊരു വിക്ഷേപവും യാതൊരു വ്യവഹാരത്തിനും അവരില്ല. ഇതെല്ലാം അവരുടെ മുമ്പിൽ നടക്കുമ്പോൾ കേവല സാക്ഷിയായിട്ട് അവരിയ്ക്കുന്നുള്ള ഒരു രൂപമാണ് അവർക്കുള്ളത്. അതിന്റെ അർത്ഥം ബന്ധമോചനമായി. ഇതൊന്നും ഇല്ലാതെ പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് നമ്മൾ സ്പർശിക്കുന്നില്ല എന്നുള്ള സത്യത്തെ വേദം പറഞ്ഞു, അതിനുണരണം. ഇതെല്ലാം നടക്കുമ്പോഴും ഇതിന്റെ മധ്യത്തിൽ മുക്തനായിട്ടിരിക്കുന്നവരെയാണ് ഞാൻ എന്ന് പറയുന്നത്. ഇതിന്റെ മധ്യത്തിൽ, അല്ലതെല്ലാം ഒഴിച്ചതിന് ശേഷം മുക്തനായിരിക്കാൻ ഉള്ള രീതിയല്ല ഇവിടെ പറയുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭാരതയുദ്ധം നടത്തി സാക്ഷിരൂപമായിരുന്നു കാണിച്ചു തന്നിട്ടില്ലേ? അവിടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കഴുത്ത് മുറിച്ച് കളയുന്നു. വേണ്ട ഇതെല്ലാം നടക്കുന്നതിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന ആരാണ്? ഭഗവാൻ. ഇരുന്നുകൊണ്ട് പേര് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും തന്നെയില്ല. ആളുകൾ മരിച്ചു വീഴുന്നു, ഇതാവുന്നു, എന്തെല്ലാം നടന്നിട്ടും അദ്ദേഹം മല പോലെ അങ്ങനെ അവിടെ ഇരുന്നു. മനസ്സിലായി? ഇതാണ് മുക്തന്റെ ലക്ഷണം. മുക്തൻ എപ്പോഴും ഇതില് വികാരമില്ലാത്തതിനെ മുക്തൻ എന്ന് പറയുന്നത്. വികാരമുള്ളതാണ് ബദ്ധൻ. ഈ ലോക വിഷയങ്ങളിൽ വികാരപ്പെടുന്നില്ലെങ്കിൽ അവൻ മുക്തനാണ്. ഇതെങ്ങനെ വരും? ബലാത്കാരമായിട്ട് വരില്ല. ഇതിന്റെ പരമാർത്ഥത്തെ ബോധിച്ചാൽ വിവേകത്തിൽ ഈ മുക്തി ഇതിലുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ ഇത് ലിബറേഷൻ എന്നാണ് പറയുന്നത്. ലിബറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സ്വാമി പറഞ്ഞത് എനിക്ക് ഓർമ്മ വരും. സ്വാമി പറഞ്ഞു, ചക്ക മുറിക്കാന്ന് പറഞ്ഞാൽ പിച്ചാത്തിയിൽ അരക്ക് പറ്റും. ഇത് പറ്റൂലേ? അവർ പറഞ്ഞു എണ്ണ പുരട്ടിയിട്ട് ചക്ക മുറിക്കാൻ പറഞ്ഞു. എണ്ണ പുരട്ടിയിട്ട് ചക്ക മുറിച്ചു കഴിഞ്ഞാൽ പിച്ചാത്തിയിൽ അരക്ക് പറ്റൂല. ഇതുപോലെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു എണ്ണയുടെ സ്ഥാനമാണ്. ഇപ്പൊ ജ്ഞാനമുണ്ടെങ്കിൽ ഈ ലോക വിഷയങ്ങളിൽ പ്രവർത്തിച്ചാലും ഈ ലോക വിഷയങ്ങൾ അവരെ ബാധിക്കില്ല. ഇത് സംബന്ധിച്ചുള്ള
സുഖദുഃഖങ്ങൾ ആരെ ബാധിക്കില്ല? ഈ ആളെ ബാധിക്കും, ജ്ഞാനിയെ ബാധിക്കില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് അതിൽ ഒട്ടാതെ നിൽക്കാനുള്ള ഒരു സ്വഭാവത്തിനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ നാരായണ ഗുരുദേവനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് ഒരു പദ്യം: വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങു വസിപ്പൂ മല പോലെ. ഒരു മല അനങ്ങിയാലും അവരനങ്ങില്ല. ഇത് മുമ്പേ നടക്കുന്നതോ വാദപ്രതിവാദങ്ങളാണ്, കോലാഹലങ്ങളാണ്. ആ കോലാഹലത്തിന്റെ മധ്യത്തിൽ അവരെ മല പോലെ സ്ഥിതി ചെയ്യും. ഇതാണ് ജ്ഞാനി എന്ന് പറയുന്നത്. മറ്റവർക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേരും. ആ പക്ഷത്തോട് ചേരുന്നവർ ഒരിക്കലും ആ ജ്ഞാനത്തിലേക്ക് വന്നില്ലെന്നാണ് അർത്ഥം. ഇനി ഒരുപക്ഷെ പക്ഷത്തോട് ചേർന്നാലും തൻ്റെ ഉള്ളിലല്ലേ തൻ്റെ അനുഭവം ഇരിക്കുന്നത്, തന്നെ ബാധിക്കുന്നുണ്ടോ? പല ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചപ്പുളിയും പഴുത്ത പുളിയും പോലെ. ഈ പച്ചപ്പുളി പോലെ ഇരിക്കുന്നതാണ് ഈ ജീവത്വം എന്ന് പറയുന്നത്. പഴുത്ത പുളിയാണ് ഈശ്വരത്വം. പഴുത്ത പുളിയുടെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? കുരു വേറെ, ചത വേറെ, തോട് വേറെ, ഇങ്ങനെ ഒന്നിൽ ഒട്ടാതെ നിൽക്കുന്നത്. ഇതുപോലെയാണ് ഈ ജ്ഞാനികൾ നിൽക്കുന്നത്. രണ്ടു മൂന്ന് ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞതിൽ ഒന്നാണ് പഴുത്ത പുളി പോലെയാണ് അവർ. ഈ രൂപത്തില് നേരത്തെ പറഞ്ഞു, പിച്ചാത്തിയിൽ എണ്ണ തേച്ച് പിച്ചാത്തി കൊണ്ട് ചക്ക മുറിച്ചതുപോലെ. അപ്പൊ മുറിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കർമ്മം ചെയ്തു, പക്ഷെ അത് ഒട്ടിയില്ല, തന്നെ പറ്റിയില്ല, തന്നെ ബാധിച്ചു. താമരയിലെ തണ്ണീർ പോലെ, അത് വേറൊരു രൂപത്തിൽ ജ്ഞാനികൾ പറയുന്നത്. ഈ താമരയിലെ ഇലകള് വെള്ളത്തിൽ കിടന്നാലും ആ വെള്ളം താമരയിലയിൽ പറ്റില്ല. ആ പറ്റാത്തത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ജലം ഇല്ലെന്നല്ല, എല്ലാം ഇരിക്കെ ഇത് തന്നെ ബാധിക്കുന്നില്ല എന്ന രൂപം ആർക്കാണോ അവരാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഒരു രൂപം നമ്മളിൽ ഇരിക്കുകയാണ് പ്രസന്നൻ. നമ്മളത് തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിയുന്നതിനെയാണ് ജ്ഞാനമായിട്ടിവിടെ പറയുന്നത്. ഇതിനെയാണ് പറയുന്നത് സാക്ഷാത്കാരം. അതായത് തന്നിലുള്ളത് തന്നെ തനിക്ക് ബോധ്യപ്പെട്ടു. ഇതാണ് ബോധോദയം ഉണ്ടായെന്നൊക്കെ പറയും. സാക്ഷാത്കാരം ജ്ഞാനമാണ്. ഇത് എന്നെ എങ്ങനെ ഇരിക്കുന്നു? ഒരു ജ്ഞാനി ആയ ശേഷം ഒരാളിനോട് പിന്നെ കുശല പ്രശ്നം ചെയ്ത അവസരത്തിൽ ചോദിച്ചു, സ്വാമി അങ്ങ് ഇപ്പൊ ജ്ഞാനിയാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ ജ്ഞാനിയോ? ആര് പറഞ്ഞു? അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. പോട്ടെ, എന്താണ് സ്വാമി ഇതിൽ വ്യത്യാസം? സ്വാമിക്ക് എന്താണ് പ്രത്യേകമായിട്ട് വന്നതെന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, എനിക്കൊന്നും വന്നില്ലല്ലോ, ഞാൻ എങ്ങനെയാണോ വന്നിരുന്നത് അതുപോലെ ഇപ്പോഴും ഇരിക്കുന്നു. ഒരു വ്യത്യാസവും ഇല്ല അവർക്ക്. പക്ഷേ ഈ ലോക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വികാരവും പിന്നെ അവരെ ബാധിക്കുന്നില്ല. ഒന്നും തന്നെ അവരെ ദുഃഖത്തിന് കൊണ്ടുവരാൻ ശേഷിയുള്ളതായിട്ട് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ചോദിക്കട്ടെ, ഇല്ലാത്ത പാമ്പിന് കയറിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം. വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. ഇല്ലാത്തതെന്ന് വെച്ചാൽ ഉണ്ടായതായതുകൊണ്ട് അതില്ലാത്തതാണ്. ഉണ്ടായെന്ന് വെച്ചാൽ തോന്നിയതെന്നർത്ഥം. തോന്നലുകളൊന്നും സത്യമില്ല. തോന്നിയ സാധനങ്ങൾക്ക് കുറച്ചു കാലം നിലനിൽക്കാം, അഴിഞ്ഞു പോകാം. ഇതാണ് മായയുടെ പ്രകൃതം. ഉണ്ടാവുക, പരിണമിക്കുക, നശിക്കുക, ക്ഷയിക്കുക, നശിക്കുക, ഇതൊക്കെ മായയുടെ പ്രകൃതങ്ങളാണ്. ഈ പ്രകൃതങ്ങളിൽ അകപ്പെടാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഈ പ്രപഞ്ചത്തിലുണ്ട്? ഇല്ല. ഉണ്ട്. ഞാൻ ഒരു പരിണാമം വന്നിട്ടില്ല. അന്ന് 1ാം ക്ലാസ്സിൽ അന്ന് കുട്ടിയായിട്ട് ജനിച്ച് പറഞ്ഞ ആ ഞാൻ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. ഈ ഞാൻ തന്നെ ഇപ്പോഴും യൗവനത്തിലും ഇരുന്നത്, കൗമാരത്തിലും ഇരുന്നു, വാർദ്ധക്യത്തിലും ഇരിക്കുന്നു. ഇത് മറക്കാതെ ഇതെല്ലാം ഈ പറയുന്ന ശരീരത്തിൽ വരുന്ന പരിണാമങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു വികാരവുമില്ലാതെ ഈ ഞാൻ ഇതിൽ വർത്തിക്കുന്നു. ഇത് മാത്രം ഒരു വ്യത്യാസവും വരുന്നില്ല. ഇതിനെ അറിയുന്നതാണ് ഞാൻ. എങ്ങനെ അറിയുകയില്ല, ഉണരുകയില്ല. നമ്മൾ ഈ ലോക വിഷയങ്ങൾ അറിയുന്ന കണ്ണുകൊണ്ട് നോക്കി, മണപ്പിച്ചു നോക്കി, സ്പർശിച്ചു നോക്കി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ലോക വിഷയങ്ങൾ അറിയാം. അങ്ങനെയൊന്നുമല്ല തന്നെ അറിയുന്നത്. തന്നെ അറിയുന്നത് എങ്ങനെയാണെന്ന് വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആത്മനാ കണ്ട് തെളിക നീ അനുഭവിച്ചറിവായ നീയെ. നീ നിന്റെ ഉള്ളത്തിൽ അനുഭവിച്ചറിയേണ്ട രഹസ്യമാണ് ഈ സാധനം. മറ്റതെല്ലാം നോക്കിയും കണ്ടു ഊഹിച്ചും ഒക്കെ ചിന്തിച്ചും ഒക്കെ അറിയുന്നത് അതല്ല. ഇത് നിന്റെ നിജസ്വരൂപമായിട്ടിരിക്കുന്നു.
നീ അത് ഉണരുന്നില്ല. ഉണരാത്തതിന് കാരണം ഈ മായ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഈ ലോക കാര്യങ്ങളിൽ തന്നെ നിനക്ക് നിന്റെ വ്യവഹാരം തീർത്തെടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ല. ഒന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ എവിടെ സമയം? തന്നെപ്പറ്റി ചിന്തിക്കാൻ എവിടെ സമയം? അതുകൊണ്ടാണ് പറഞ്ഞത് ലോക വിഷയങ്ങളെ കുറച്ചൊക്കെ ഒന്ന് വിട്ടുകളയുമെന്ന് പറഞ്ഞത് വേദം. വിട്ടുകളയാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമേ ഇതിലേക്ക് അല്പം സമയം കണ്ടെത്തി ഇതിൽ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചില്ല. ഒരു ദിവസം നിങ്ങളെല്ലാം മറന്നു പോരെ. അപ്പോൾ ഇതിലൊരല്പം സമയം കണ്ടെത്തി കുറച്ച് സമയം ലോക കാര്യങ്ങളെല്ലാം മറന്നിരിക്കുന്നതിനെയാണ് ഭക്തി എന്നാണ് പറയുന്നത്. ഈ ഭക്തി പഴകുന്നതാണ് നമ്മളിവിടെ ഈ ആശ്രമത്തിൽ ചെയ്യുന്നത്. എല്ലാം മറന്ന് കുറച്ചു നേരം ഇരിക്കുന്നു. ഒപ്പം ഇതിനെ സംബന്ധിച്ച് ശ്രുതി എന്ത് പറയുന്നു എന്നുള്ളതിന് ഒന്ന് കേൾക്കുകയും കൂടെ ചെയ്യണം. മതി, ചുമ്മാ ഇരുന്നാൽ പോരാ. ചുമ്മാ ഇരിക്കുന്ന ഒരു പാർട്ടയായുള്ളൂ. ഈ ശ്രുതികളെല്ലാം ഇതിനെപ്പറ്റി എങ്ങനെയാണ് പറയുന്നത്? വാസ്തവത്തിൽ എന്താണ് ഈ ആത്മാവെന്ന് പറയുന്നത്? എന്തിനാണ് അതെന്തെങ്കിലും ഒരു നാമമോ രൂപമോ ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ എങ്കിലും അതിനൊരു എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ലേ? അതൊക്കെ മനസ്സിലാക്കാനാണ് ശ്രുതി ഇതിനെ പറഞ്ഞുകൊണ്ടേ പോകുന്നത്. നമ്മളെല്ലാം ആത്മസ്വരൂപികളാണ്. നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് ഈ ശരീരം. ഈ വസ്ത്രം അഴിച്ചു വെക്കുകയും ഉടുക്കുകയും എടുത്ത് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? മുക്തി അടയുന്നത് വരെ. പക്ഷെ എടുത്തിടുന്ന വസ്ത്രം മഞ്ഞയാവാം, പച്ചയാവാം, നീലയാവാം ഉൾപ്പെടെ. ഇത് ഇവിടെ ഈ പറഞ്ഞ എന്തത്? പട്ടിയാവാം, പൂച്ചയാവാം, കഴുതയാവാം. അതാണ് വസ്ത്രം. വസ്ത്രത്തിന് മാത്രം ഒരു വ്യത്യാസം. പല രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരേ ആത്മ തന്നെ ഇവിടെ നിൽക്കുന്നു. ഇതാണ്. ഇത് ഘോരമാണ് പറയുന്നത്. ഇത് ഘോര സംസാര ദുഃഖം എന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ഇത് ഭഗവത്പാദർ പറഞ്ഞത് എന്നുവെച്ചാൽ ഇത് ഭയങ്കര ദുഃഖമാണെന്ന് വലിയ വലിയ മഹത്വങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കൃപയാ പറയുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നീ ആ ജീവനെ ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയാതെ അതിൻ്റെ ഊർജ്ജഗതിയിലേക്ക് അതിനെ കൊണ്ടുവരിക. ജീവന്റെ ഉദാഹരണമാണ് ഒരാളുടെ പരമലക്ഷ്യം. ജീവൻ അനാദിയായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവനെ രക്ഷപ്പെടുത്താനാണ് ആ ജീവകാരുണ്യം എന്ന് തന്നെ അത് പറഞ്ഞത്. അവിടെ അങ്ങനെ പറഞ്ഞ വാക്കിനെ പിടിച്ചുകൊണ്ട് ആളുകളെയൊക്കെ രക്ഷിക്കാനും പിടിക്കാനൊക്കെ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെയൊക്കെ പോയി. പല രൂപത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഈ ലോകം പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഞാൻ പറഞ്ഞത് സ്വാമിയുടെ ചില റിലവൻ്റ് കാര്യങ്ങൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ ജീവനെ ഉദ്ധരിക്കാൻ അവരവർക്ക് ബാധ്യതയുള്ളൂ. ലോകം മുഴുവനും ഉദ്ധരിക്കാനൊന്നും ആർക്കും ബാധ്യതയൊന്നുമില്ല, പറ്റൂല. അത് ഈശ്വരനുണ്ടല്ലോ, അത് ഈശ്വരൻ സമർപ്പണം ചെയ്യണം. ഈശ്വരൻ നോക്കട്ടെ അല്ല. പക്ഷെ തനിക്ക് ചെയ്യാവുന്നത് തൻ്റെ ജീവനെ ഉദ്ധരിക്കാൻ, തൻ്റെ അജ്ഞാനത്തെ നീക്കാൻ തനിക്ക് സാധിക്കും. ഇതിനാണ് ശ്രമിക്കേണ്ടത്. ഇത് സ്വാമി പറയും. സ്വാമി ചോദിക്കുന്ന ഇതാണ്, ഈ വിക്ഷേപമാണ് കട്ടിയെന്ന് നീ പറഞ്ഞല്ലോ. ഈ വിക്ഷേപം നീങ്ങിയാൽ മുക്തി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, ഈ സുഷുപ്തിയിൽ എത്രയോ ആളുകൾക്ക്, എത്രയോ സുഷുപ്തിയിൽ ഈ വിക്ഷേപമെല്ലാം അടങ്ങി നിന്നിട്ടും അവർക്ക് ഈ മുക്തി ഉണ്ടായതായിട്ട് പറയുന്നില്ലല്ലോ. നമുക്കറിയാമല്ലോ, നമുക്ക് ഉണ്ടാകുന്ന സുഷുപ്തിയിൽ മനസ്സടങ്ങുകയാണ്, മനസ്സ് ശാന്തമായി മനസ്സടങ്ങുകയാണ്. അപ്പോൾ അവിടെ വൃത്തിയൊന്നും ഇല്ലാതിരിക്കെ അവിടെ മുക്തി അടയേണ്ടതല്ലേ സ്വാമി എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയണം. അങ്ങനെ സുഷുപ്തിയിൽ ഇങ്ങനെ പോയിരുന്ന് മുക്തി അടഞ്ഞ ആരെങ്കിലും ഒരാളാണ് നിനക്കറിയാമോ? ഈ അജ്ഞാനി ജനങ്ങളെല്ലാം ഈ സുഷുപ്തി അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിലല്ല കാര്യം. അവിടെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന വെച്ചാൽ എല്ലാം മറന്നിരുന്ന് തൻ്റെ ആത്മവിചാരം ചെയ്യണം. ഈ ആത്മവിചാരം ചെയ്യുന്നതിൻ്റെ കരുത്ത് ഏതാണ്? വേദം. ഇത് വേദത്തിൽ കൂടെ കിട്ടും, അല്ല വേറെ ഒരിടത്തൂടെ കിട്ടൂല. തനിക്ക് ജന്മാന്തരമായി അറിയാവുന്ന ഒരു രൂപത്തിലും അല്ല ഈ ആത്മവിചാരം ഇരിക്കുന്നത്. എങ്ങനെയാണോ ശ്രുതി പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ ഈ മനനം അവരെയാണ് സവികൽപ്പ സമാധി പഴകുന്നവരെന്ന് പറയുന്നത്. സവികൽപ്പ സമാധി പഴക്കം, നിർവികൽപ്പ സമാധി ഫലം. ഈ സവികൽപ്പ സമാധി പഴകാത്തിടത്തോളം നിർവികൽപ്പ സമാധി ഉണ്ടാവില്ല. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെയാണ് പറയുന്നത്. നമ്മളെല്ലാം ആ സമാധി സ്വരൂപത്തിൽ ഇരുന്നവരാണ്. പക്ഷെ എങ്ങനെയോ ഇതൊരു ഭ്രമത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും നമ്മൾ ആ ഭ്രമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുക.
ഈ ആത്മാവ് എപ്പോഴും സമാധിസ്ഥനാണ്. അങ്ങനെയാണ് അതിരിക്കുന്നത്. ഇതിനെ ഉണർത്തുന്നത് വേദമാണ്. അത് ഇങ്ങനെ എന്ത് രസകരമായാണ് ഉണർത്തുന്നത് നോക്കിക്കൊള്ളാം. അപ്പൊ ശിഷ്യന്റെ സംശയം ഇതാണ്, മനസ്സിനെ അടക്കിയ പോരെ സ്വാമി, അങ്ങനെയാണെങ്കിൽ മനസ്സടങ്ങിയാൽ എല്ലാം നടക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോരാ, മനസ്സടങ്ങിയാൽ മാത്രം പോരാ. മനസ്സടങ്ങുന്ന സുഷുപ്തിയിൽ ആർക്കെങ്കിലും മുക്തി ഉണ്ടായതായി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മുക്തിക്ക് അത് പ്രയോജനം ചെയ്യുന്നില്ല. അതേസമയം പകൽക്കാലം, ഈ വിക്ഷേപ രൂപമായി നിൽക്കുന്ന ഈ പകൽക്കാലം വാസ്തവത്തിൽ മുക്തിക്ക് അനുകൂലമാണ്. കാരണം എല്ലാത്തിലും പ്രവർത്തിച്ച് ദുഃഖം അനുഭവിച്ചിട്ട് വിവേകത്തെ ഉണ്ടാക്കി ഇതിനെല്ലാം വിട്ടുവിട്ട് തൻ്റെ ആത്മസ്വരൂപത്തെ ഗുരു ഉപദേശിച്ച പ്രകാരം ചിന്തന ചെയ്തിരുന്ന സാക്ഷാത്കാര ജ്ഞാനം ഉണ്ടാക്കാം. ഇതാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് വിക്ഷേപം നമുക്ക് മുക്തിക്ക് അനുകൂലമാണ്, മുക്തിക്ക് സഹായമാണ് ഈ വിക്ഷേപം. അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവട്ടെ. ഇതൊക്കെ ദുഃഖം എന്ന് തിരിച്ചറിയാൻ ദുഃഖം ഉണ്ടാവുക തന്നെ വേണം. ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു ദുഃഖമാണ് ഉണ്ടാവുന്നത്. ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിവേകത്തോടു കൂടി ആ കാര്യങ്ങളിൽ പിന്നെ പ്രവർത്തിക്കാതാവും, അല്ലേ? അങ്ങനെ ആയി നിവൃത്തന്മാരായി വരട്ടെ, മനോവൃത്തികൾ ഉദിക്കാത്തവനായിട്ട് വരട്ടെ. ഒരു സ്വാമി ഒരിക്കൽ, അതായത് ഒരു സ്വാമി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ സ്വാമി ആരെയും ശിഷ്യന്മാരായി സ്വീകരിക്കില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പലരും വന്ന് ശിഷ്യപ്പെടും. 1, 2, 3 ദിവസം നിൽക്കും, ഒരാഴ്ച വരെ നിൽക്കും, ഇപ്പോൾ മാക്സിമം 1 മാസം വരെ നിൽക്കും. അപ്പോൾ അതിനിപ്പോൾ കളയും. കാരണം എന്താണ്? സ്വാമി അവിടെ വരുന്നവരെ ഭയങ്കരമായി ടോർച്ചർ ചെയ്യും. ടോർച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ജീവൻ ഇത് വിഷമമാണ് എങ്കിലും അവരൊരു വലിയ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാണ് അത് ചെയ്യുന്നത്. ആ ഭക്ഷണം കൊടുക്കില്ല, പോയി ഭിക്ഷയാഴ്ച കൊണ്ടുവരണം. കൊണ്ടുവരുന്നതിൽ സ്വാമിക്ക് ചപ്പാത്തി ഇത്ര ചൂടാവുക, ഒരുപാട് ചുട്ടുകൂടാ, 3, 4 എങ്ങനെ ഒരു കണക്കുണ്ട്. അതിൽ 2 സ്വാമി എടുക്കും, 1 സ്വാമി പിച്ച് മൃഗങ്ങൾക്ക് ഇട്ടുള്ളൂ, പക്ഷികൾക്കൊക്കെ ഇട്ടുള്ളൂ. 1 ഒരു കഴിക്കും, അതും അവസാനമേ കഴിക്കാവൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കണ്ടീഷനും ഒക്കെ ആയപ്പോഴത്തേനും പലരും കുറച്ചൊക്കെ നിന്നിട്ട് പിന്നെ കളഞ്ഞു പോകും. ഒരാൾ വിചാരിച്ചു ചത്താലും ശരി സ്വാമിയുടെ ശിഷ്യനാണെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ വന്ന് അങ്ങോട്ട് നിൽക്കുക. സ്വാമിയുടെ കലാപരിപാടികൾ തുടങ്ങി. അവനെ അത് പറയുക, ഇത് പറയുക, ചീത്ത പറയുക, അടിക്കുക, തുപ്പുക. അപ്പൊ ഒരു ദിവസം ആഹാരം കൊടുക്കില്ല. നീ ഇതിനുണ്ടാവുന്നു, കഴിക്കാൻ പോയതിനെ എടുത്ത് വലിച്ചെറിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ആയി അവസാനം ഒരു ഗത്യം തരുമല്ലോ, ഇതെങ്ങനെ ഇവിടെ നിൽക്കുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇവൻ കുറെ കാലമൊക്കെ അങ്ങനെ വിഷമമൊക്കെ അനുഭവിച്ചെങ്കിലും കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ ഒരു പ്രതികാര ബുദ്ധി ആദ്യ കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ട് വന്നു. ഈ സ്വാമിയെ പറ്റി, ഈ സ്വാമി എന്ത് സ്വാമി എന്നൊക്കെയുള്ള ഒരു വിചാരവും ഇയാളോട് ദേഷ്യവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നെങ്കിലും ഇങ്ങനെ പഴകി കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇയാളുടെ അനുഭവം എങ്ങനെയെന്നറിയാം. ഇയാൾ സ്വാമി തന്നെ നിന്ദിച്ചോ ദേഷിച്ചോ പറയുന്നതിൽ ഇയാൾക്ക് വിഷമം തോന്നാതെ, ഇയാൾക്ക് സ്വാമി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് തനിക്ക് ഒരു ബാധിക്കാത്ത വിധത്തിലായി, തനിക്ക് അതൊന്നും പ്രശ്നമില്ലാത്ത വിധത്തിലായി എല്ലാം. ഇനിയിപ്പോ സ്വാമി തന്നെ വഴക്ക് പറയാണോ അതോ തന്നെ സ്നേഹിക്കുകയാണോ ഒന്നും തിരിച്ചറിയാൻ ഒക്കാത്ത നിലയിലേക്ക് ഈ ശിഷ്യൻ മാറിയെന്നാണ്. ഈ മാറിയ സന്ദർഭത്തിൽ സ്വാമി വിളിച്ചു, മോനെന്നാണ് വിളിച്ചു. മോനെ വാ, നീ ഇപ്പോൾ ബ്രഹ്മവിദ്യ ഞാൻ ഉപദേശിച്ചാൽ നിനക്ക് ഫലിക്കുന്ന രൂപത്തിൽ നീ ആയിക്കഴിഞ്ഞു. സ്വാമി ഉപദേശിച്ചോ ഫലിച്ചു, മനസ്സിലായോ? സ്വാമിക്ക് എന്താണ് പ്രസന്റ് നമ്മുടെ പോരായ്മ? നമുക്ക് ഓരോ ശബ്ദം, ഓരോ സ്പർശം, ഓരോ ഗന്ധം, ഇതിലെല്ലാം മനോവൃത്തികൾ രൂപപ്പെടുന്നു. ഇതെല്ലാം പ്രതികാര രൂപത്തിലാണ് ഉദയമാവുന്നത്. എല്ലാവർക്കും പ്രതികാരമാണ്. അതെന്താണ് എന്ന് ചോദിച്ചത്, താൻ അസന്തുഷ്ടനാണ്. തന്റെ ആത്മസ്വരൂപത്തെ അറിയാത്തോളം കാലം എല്ലാവരും അശാന്തരാണ്. ആർക്കും ശാന്തിയില്ല, ആർക്കും ഒരു ഭദ്രതയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അതെങ്ങനെയാണ്? ശരീരം കൊണ്ടും മനസ്സാണ് പ്രധാനം. ശരീരം ഒരു പരിധി വരെ ഉള്ളൂ. എത്ര ആഹാരം കൊടുത്താൽ ആ ഒരു നോർമലാവും. പക്ഷെ മനസ്സ് എങ്ങനെയോ എന്തോ ഈ രൂപത്തിൽ ഒരു അസംതൃപ്തമായി നിൽക്കുന്നത് കൊണ്ട് ഈ ലോകം നമ്മളെ എപ്പോഴും ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊരു പ്രതികാര ബുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ആൾക്ക് ഈ പ്രതികാര ബുദ്ധി ഇല്ലാതായ ഒരു സന്ദർഭത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു.
ആര്? ഈ കഥയിലൂടെ. ഇയാൾക്ക് സ്വാമി പറയുന്നത് തന്നെ പുകഴ്ത്തുകയാണോ തന്നെ ദേഷിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ ഒക്കാത്ത രൂപത്തിൽ ഇയാൾ മാറിയ ഒരു സന്ദർഭം വന്നപ്പോൾ സ്വാമി ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ വാ, ഞാൻ നിനക്ക് ആത്മവിദ്യ ബ്രഹ്മവിദ്യ ഉപദേശിക്കാം. നിനക്ക് സാക്ഷാത്കാരം ഉടനെ സംഭവിക്കും. കാരണം നീ അത്ര അധികാരിയാണ് മോനെ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല, അവിടെ കൊണ്ട് കഥ തീരുന്നില്ല. സ്വാമിയിൽ നിന്ന് ഉപദേശം നേടി ഇയാള് സാക്ഷാത്കാര ജ്ഞാനത്തിൽ ആനന്ദാനുഭവത്തിൽ അങ്ങോട്ട് മതിമറന്ന് കുളിച്ചു നിൽക്കുന്ന സമയം ഇയാൾ ആലോചിച്ചു, ഭഗവാനെ ഇതിനെ ആഗ്രഹിച്ചാണല്ലോ എത്രയോ ആളുകൾ ഇങ്ങനെ ലോകത്തിങ്ങനെ പരക്കം പായണം. എന്നാ ഒരു കാര്യം ചെയ്തോ, ഇയാൾ അവിടെയുള്ള ഒരു വലിയ ഗോപുരത്തിന്റെ മുകളിൽ കയറി, ഏറ്റവും വലിയൊരു ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, മാന്യ ജനങ്ങളെ എല്ലാവരും വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുക. അങ്ങനെ എല്ലാവരും ആളുകൾ വിചാരിച്ച് ഇതാരുടെ വട്ടന എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും വന്നു. പക്ഷെ വന്നപ്പോഴത്തേനും ഇയാൾ അങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കും, അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങൾ മാറി നിങ്ങൾ ആനന്ദത്തിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് സ്വാമി അതൊരു വരെയാണ്. സ്വാമി ഇവിടെയൊക്കെ പോയി കറങ്ങിപ്പിടിഞ്ഞ് വന്നപ്പോൾ സ്വാമിയും കേട്ടത്, ഇതേത് ബുദ്ധാണെന്ന് ഇങ്ങനെ മലന്ന് നോക്കുമ്പോൾ തന്റെ ശിഷ്യർ എന്താണ് പറയണമെന്ന് ചോദിച്ചപ്പോൾ എന്താണ്, നിങ്ങളെല്ലാവരും കേൾക്കും, ഞാനൊരു നിങ്ങൾക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കാമെന്ന് പറയുകയാണ്. സ്വാമി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എടോ താൻ ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ വരട്ടെ, ഒന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞില്ലേ, സ്വാമി പറഞ്ഞു ഗുരുക്കന്മാരോടുള്ള ബഹുമാനം ഒന്ന് വേറെയാണ്. സ്വാമിയെ കണ്ടപ്പോൾ തന്നെ ഇയാളെ പകുതി പോയി, ഇറങ്ങി വാടോ എന്ന് പറഞ്ഞു. ഇറങ്ങി വന്നപ്പോൾ സ്വാമി ചോദിച്ചു, എടോ താൻ എൻ്റെ അടുത്ത് വന്നിട്ട് എത്ര കാലമായി? സ്വാമി ചോദിച്ചു. പറഞ്ഞു, സ്വാമി ഞാനൊരു 7 കൊല്ലമായി പറഞ്ഞു. എടോ താൻ വന്ന ഉടനെ ഞാൻ തനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു? ഇല്ല സ്വാമി. പിന്നെ എപ്പോഴാണ് തന്നെ ഉപദേശിച്ചത്? അത് കുറെ കഴിഞ്ഞിട്ടാണ്. അതെന്താണ് കാരണം? ഇപ്പോ അതിനുള്ള പക്വത ഇല്ലാത്തവർക്ക് ഉപദേശിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ നമുക്ക് ആ പക്വതയാണ് ഉണ്ടാക്കാനുള്ളത്. ഈ ഉപദേശം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ഫലിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ, നമ്മുടെ ചിത്തവൃത്തികൾ അടങ്ങി മനസ്സ് നിർവികാരമായി ആനന്ദത്തിൽ അപ്പോൾ തന്നെ ഒരു ആനന്ദപ്രാപ്തിയിലുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഉള്ളത്തിലാണ് ഈ ഉപദേശം പോകുന്നത്. അതാണ് ഫലിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഉള്ളം നമുക്ക് സംജാതമാകണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വിവേകം വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഈ ലോകത്തോടുള്ള ആഭിമുഖ്യം കുറഞ്ഞാൽ മതി, ഇതിലുള്ള ആഗ്രഹങ്ങൾ വിട്ടാൽ മതി. എന്നിട്ട് ഏറ്റവും എളിയ ഒരു ചിന്താഗതി വെച്ച് പുലർത്തണം. സിംപ്ലിസിറ്റീസ് അതാണ് പറയുന്നത്, ലഘുവായ ഒരു ജീവിതം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്ധകരണം ഈ ശ്രുതി കേട്ട് അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള പാകതയിലെത്തും. അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇവിടെ പറഞ്ഞാൽ മനസ്സിലായല്ലോ, സുഷുപ്തിയിൽ എത്രയോ സുഷുപ്തി കഴിഞ്ഞു, എന്നിട്ട് വിഷയം അടങ്ങി നിന്ന സുഷുപ്തി കൊണ്ട് നിനക്ക് മുക്തി ഉണ്ടായോ? ഇതുവരെ മുക്തി ഉണ്ടായോ? അപ്പൊ ശിഷ്യം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാമി തീർത്ത് പറഞ്ഞു, ഈ വിക്ഷേപശക്തി മുക്തിക്ക് അനുകൂലമാണ്. ഇതാണ് വാസ്തവത്തിൽ നിന്നെ ഉണർത്തി, പകലെന്ന് വെച്ചാൽ ഉണർത്തി നിർത്തിയിരിക്കുന്ന ഒരു കാര്യമെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നീ എപ്പോഴും സുഷുപ്തി കിടക്കുമായിരുന്നു. അപ്പൊ നിന്നെ ആ സുഷുപ്തിയിൽ നിന്ന് ഉണർത്തി ഇപ്പൊ വിക്ഷേപമായിട്ട് നിർത്തിയിരിക്കുന്നത് നിന്നെ മുക്തി അടയിക്കാനാണ്. അത് ഈശ്വരനാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. പറഞ്ഞില്ലേ, എല്ലാ ജീവന്മാരും സുഷുപ്തിയിൽ കിടക്കുകയായിരുന്നു പോലും. ഈ സുഷുപ്തി കിടന്ന ജീവന്മാരെയാണ് ഭഗവാൻ തനുകരണങ്ങൾ കൊടുത്ത് മുക്തി അടയിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തതാണ് ഈ ലോക സൃഷ്ടി. ഇത് അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പമാണ്. അതുകൊണ്ടാണ് ഇത് ഈശ്വര സങ്കല്പം എന്ന് പറയാൻ കാരണം. ഈശ്വര സങ്കല്പവും സങ്കല്പമായതുകൊണ്ട് അഴിവുണ്ട്. പക്ഷെ ഈശ്വര പ്രളയത്തിൽ ഇതില്ലാതാണ്. ജീവസങ്കല്പങ്ങൾ ജീവൻ തന്നെ സൃഷ്ടിച്ചതാണ്. അത് ജ്ഞാനം കൊണ്ട് ജീവസങ്കല്പങ്ങളും ഇല്ലാതാവും. വാസ്തവത്തിൽ ഈ 2 സങ്കല്പങ്ങളും ഒരുമിച്ച് ഇല്ലാതാവുന്നത് തന്നെയാണ് പരമമായ മുക്തി എന്ന് പറയുന്നത്. വിദേഹമുക്തി എന്നാണ് അതിൻ്റെ പേര്. ഈ വിദേഹമുക്തി 7ാം ഭൂമിക്കാരൻ. ഒരിക്കലും നമ്മുടെ ഗുരുദേവനൊക്കെ 7ാം ഭൂമിക്കാരാണ്. ശ്രീ രാമാനന്ദ ഗുരുദേവനൊക്കെ അപൂർവമായിട്ടുള്ള മഹത്തുക്കളാണ് അങ്ങനെയൊക്കെ പോയിരിക്കുന്നത്. അവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈ 7ാം ഭൂമിക്കാരാണ്.
ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. ഇതാണ്. അപ്പൊ വിക്ഷേപശക്തി ഇത്രയും മനസ്സിലാക്കുക. വിക്ഷേപശക്തി നമുക്ക് ഗുണമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോന്നിലും പ്രവർത്തിക്കാൻ പറഞ്ഞത്. നീ പ്രവർത്തിക്കൂ. കൃഷ്ണനും പറഞ്ഞു, അർജുനനെ കണ്ടപ്പോൾ അർജുനനോട് ഈ പറഞ്ഞ ഇതല്ല ഉപദേശിച്ചത്, ഞാനുമല്ല ഉപദേശിച്ചത്, നീ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അത് വിഷമല്ലേ സ്വാമി, എത്രയോ പേരെ കൊല്ലണം, പിടിക്കണം, ഒക്കെ വലിയ വ്യവഹാരമല്ലേ എന്ന് പറഞ്ഞു. സാരമില്ല, നീ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്തു. എന്തിനാണ്? ഈ വിക്ഷേപത്തെ, ആ വിക്ഷേപമാണ് ആദ്യം ഈ ഉണർത്തി നിർത്താനാണ്. ഉണർത്തി നിർത്തിയിട്ട് ഞാൻ ഉപദേശം ചെയ്തു. ഇതിൻ്റെ മധ്യത്തിലാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഈ അവിടെ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ രഥം നിർത്തി പ്രാർത്ഥന ഉപദേശിക്കുന്നത്, ഗീത ഉപദേശിക്കുന്നത്. അതാ ഇതിൻ്റെ മധ്യത്തിലാണ് ഉപദേശം. കാരണം ഈ ദുഃഖമാണെന്ന് തിരിച്ചറിയുന്ന ബുദ്ധിക്ക് മാത്രമേ ഇത് ആ ആനന്ദപ്രാപ്തിക്ക് ശ്രമം നടത്താൻ പറ്റുള്ളൂ. അത് ജ്ഞാനത്തിലൂടെ പറ്റുള്ളൂ. ഇതൊക്കെ ലാക്കാക്കിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. മുത്തുച്ചിപ്പിയിൽ ആരോപമായ വെള്ളി, തോന്നിയ തോറ്റമാന ശക്തിയും ബ്രഹ്മത്തിൽ ആരോപമായി ഉണ്ടായ വിക്ഷയരൂപ ശക്തിയും പൊയ്യെ എന്താൽ വിദ്യയാണെന്ന് പറയുകയാണെങ്കിൽ, ശക്തിസാധനമായി വന്ന മുക്തിയും വിക്ഷേപശക്തി രൂപമായി ശാസ്ത്രാദി രൂപമായി വരുന്ന മോക്ഷവും വിദ്യയാകുമെന്ന് പൂർവപക്ഷി പറയാം. കാരണം ഇതുവഴി ഉണ്ടാക്കിയ മുക്തിയും പൊയ്യെന്ന് ഒരു പൂർവപക്ഷി പറയുന്നതിന് അതേ സ്വാമി പറയുകയാണ്, അസത്യമായ നിദ്രയിൽ കണ്ട പുലി മുതലായ വിലങ്കിനാൽ നിദ്ര ഉണർന്ന ശേഷം നിദ്ര തെളിഞ്ഞ വഴി, അതായത് നിദ്രയുടെ അഭാവരൂപമായ ജാഗ്രം സത്യമാകുന്നത് പോലെ നിർവാണ നിലമെയ്യ ഗുരുശാസ്ത്രാദികളാൽ ഉണ്ടാകുന്ന നിർവാണസ്ഥിതിയും സത്യമാകുന്നു. നിർവാണസ്ഥിതി മോക്ഷം, ഈ മുക്തിയും ഇതിൽ സത്യമാകുന്നു. ഏത് കൊണ്ടുണ്ടായി എന്നുള്ളതല്ല. പക്ഷെ പറഞ്ഞല്ലോ, കയറില് തോന്നിയ പാമ്പ് മിഥ്യയാണ്. പക്ഷെ ആ മിഥ്യ എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആ കയർ അവിടെ അധിഷ്ഠാനമായി കയറ് പ്രകാശിച്ചതുപോലെ. അപ്പം മിഥ്യയാണെന്ന് അറിയുന്നത് വഴി അധിഷ്ഠാനം പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ലോകം മിഥ്യയാണെന്ന് അറിയുന്നത് വഴി ഈ ലോകത്തിന്റെ അധിഷ്ഠാനമാണ് സച്ചിദാനന്ദ ബ്രഹ്മം. അത് പ്രകാശിക്കും. അതുവരയ്ക്കും ഈ ലോകം ചുമ്മാ തോന്നിക്കൊണ്ടിരിക്കും. അത് ആദ്യം ജീവപ്രപഞ്ചമായിട്ടും അത് തന്നെ ഈ ഈശ്വര പ്രപഞ്ചമായിട്ടും ജീവപ്രപഞ്ചമായിട്ടും അതിലൊരു സങ്കല്പത്തിൽ തോന്നിയിരിക്കുന്നതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈശ്വര സങ്കല്പമാണ് ഈ പറഞ്ഞ പ്രപഞ്ചം. ജീവസങ്കല്പമാണ് മനസ്സിൽ തോന്നിയ കാമം, ക്രോധം, ഞാനെന്ന ഭാവം. ഇതെല്ലാം ജീവസങ്കല്പങ്ങളാണ്. അതുകൊണ്ട് ഈ രണ്ട് സങ്കല്പങ്ങളും പൂർണ്ണമായും ഇല്ലാതാവുന്നത് തന്നെയാണ് മോക്ഷം. അവർ പറയുന്നു, ജീവസങ്കല്പങ്ങള് ജ്ഞാനം കൊണ്ട് നിവർത്തിക്കാം. അങ്ങനെയുള്ളവരെയാണ് നാലാം ഭൂമിക്കാരെന്നും ജീവൻ മുക്തന്മാരെന്നും പറയും. ഇനി അത് വിദേഹമുക്തി എന്ന് പറയുമ്പോൾ ഈശ്വര സങ്കല്പം കൂടെ ഇല്ലാതായി പരിപൂർണ മുക്തിയാണ്. അതിനുശേഷമുള്ള തന്റെ യഥാർത്ഥ സ്വരൂപത്തെ പറ്റി ആനന്ദം പോലും പറയാൻ സാധ്യമല്ല. അത് എങ്ങനെയെന്ന് ആർക്കും ചിന്തിക്കാൻ ഒക്കില്ല. നമ്മളെല്ലാത്തിനും അതീതമായിട്ടിരിക്കുന്നു. അവസ്ഥാഭിമാനമാണ് ബന്ധം. അതും വൃത്തിവിശേഷമായതിനാൽ വൃത്തിയാൽ ചെയ്യപ്പെട്ട ബന്ധമാണ് സംസാരമാകുന്നത്. ഗുരുവിനാലും വേദാന്തവാക്യങ്ങളാലും ഉണ്ടാകുന്ന അഹം ബ്രഹ്മമെന്ന അന്ധകരണത്തിന്റെ വൃത്തിയാൽ പ്രപഞ്ചത്തോടുള്ള അജ്ഞാനത്തിന്റെ നിവൃത്തിയെ മോക്ഷമെന്ന് പറയുന്നു. കൽപ്പിതത്തിന്റെ നിവൃത്തി അധിഷ്ഠാന രൂപമാകുന്നതിനാൽ മോക്ഷം സത്യമാകുന്നു. സർപ്പത്തിന്റെ നിവൃത്തി എങ്ങനെ അധിഷ്ഠാന രജ്ജു രൂപമോ അങ്ങനെ സകല കൽപ്പിത വസ്തുക്കളുടെയും നിവൃത്തി അധിഷ്ഠാന രൂപം തന്നെ. അതിനന്യമല്ല. ഇത് ഭാഷ്യകാരരുടെ സിദ്ധാന്തം. ഇവിടെ അനർത്ഥ നിവൃത്തി ബ്രഹ്മരൂപമാകുന്നു. എന്തെന്നാൽ സർവ അനർത്ഥങ്ങൾക്കും അധിഷ്ഠാനം ബ്രഹ്മമാകയാലും ആ ബ്രഹ്മം ഭാവരൂപമാകയാലും മോക്ഷം സത്യമാകുന്നു എന്നറിയുക. ഇങ്ങനെ പറഞ്ഞാണ് ആ പദ്യം അവിടെ ഉപസംഹരിച്ചത്. 57 വായിച്ചു നിർത്തി. ഇമ്പന് നഞ്ച് നഞ്ചാൽ ഇരുമ്പിനെ ഇരുമ്പാൽ എയ്യും അമ്പിനെ അമ്പാൽ പറ്റും അഴുക്കിനെ അഴുക്കാൽ മായ്പാൽ
വമ്പിയൻ മായ തന്നെ മായയാൽ മായ്പർ പിന്നെ തമ്പമാ അതുവും കൂടെ ചവഞ്ചുടു തടിപോൽ പോമേ. ഇമ്പരി നഞ്ചൈ നഞ്ച ഇരുമ്പിനെ ഇരുമ്പാൽ എയ്യും, എയ്യും അമ്പിനെ അമ്പാൽ പറ്റും, അഴുക്കിനെ അഴുക്കാൽ മായ്പർ. വമ്പിയൻ മായ തന്നെ മായയാൽ മായ്പർ പിന്നെ തമ്പമാൻ അതുവും കൂടെ ചവഞ്ചുടു തടിപോൽ പോകും. ഈ ലോകത്തിൽ വിഷയത്തിനെ അതിന് പ്രതികൂലമായ വിഷയത്തിനാലും ഇരുമ്പിനെ ഇരുമ്പാൽ, ഇരുമ്പ് കയ്യിലോ മറ്റോ പൊത്താൽ വേറൊരു ഇരുമ്പായുധം കൊണ്ടും, എയ്യുന്ന ബാണത്തിനെ അതിന്റെ പ്രതികൂലമായ വേറൊരു അസ്ത്രത്താലും, പറ്റും അഴുക്കിനെ, മുണ്ടിൽ പറ്റിയ അഴുക്കിനെ വേറൊരു അഴുക്ക് കൊണ്ടും, അതുപോലെ മായയെ, നിലയില്ലാത്ത ഗുണമുള്ളതായ അവിദ്യയെ അവിദ്യയാൽ കെടുത്താൻ സാധിക്കും. പിന്നീട് തമ്പമാനതും നിലയുള്ള ആ വലിയ മായയെയും കൂടെ ചവൻ ചുടു തടി പോൽ പോമേ, ചവൻ ചുടുന്ന തടി പോലെ ഇല്ലാതാകും. ഇതാണ് ഈ പദ്യം. ഈ പദ്യം നിന്ന് മനസ്സിലാക്കാനുള്ള ഇതാണ്, ഈ ലോകത്തിൽ ഒരു വിഷം തീണ്ടിയാൽ എങ്ങനെയാണ് ആ വിഷത്തിനെ നമ്മൾ പോക്കടിക്കുന്നത്? വേറൊരു വിഷം കൊണ്ടാണ്. അതുപോലെ ഇരുമ്പ് ഒരു ആണി ഒരു പൊത്ത് കയറിയാല് പിന്നെ അതിനെ നമ്മൾ എടുക്കുന്നത് വേറൊരു ഇരുമ്പായുധം കൊണ്ട് തന്നെയാണ്. അതുപോലെ ഈ വസ്ത്രത്തിലും പറ്റിയ അഴുക്കിനെ എങ്ങനെയാണ് മാറ്റുന്നത്? വേറൊരു അഴുക്ക് കൊണ്ടാണ് മാറ്റുന്നത്. ഇങ്ങനെ ലോകത്തിൽ എല്ലാം അതിൻ്റെ പ്രതി ആയിട്ട് ഉപയോഗിക്കുന്ന അത് തന്നെയാണ്. അതുപോലെ ഈ മായയെയും മായ കൊണ്ടാണ് എടുക്കേണ്ടത്. ഈ മായയെ വമ്പിയൻ മായ തന്നെ മായയാൽ മായ്പർ, ഈ മായ കൊണ്ട് തന്നെ മായ്ക്കണം. ഇതാണ് ലോകത്തിൽ സഹജമായിട്ടുള്ളത്. മുള്ളിനെ കാലിൽ കൊണ്ട മുള്ളിനെ വേറൊരു മുള്ളുകൊണ്ടാണ് എടുത്തു കളയണം. മനസ്സിലായി? പാമ്പ് വിഷമേറ്റാൽ വേറൊരു വിഷം കൊണ്ടാണ് അതിനെ എടുക്കുന്നത്. ഇങ്ങനെയാണ് ലോകത്തിൽ കണ്ടിട്ടുള്ളത്. ഇവിടെയും ഒരു പറയുന്നു, ഈ മായയാൽ മായ്പർ, അവിദ്യയാൽ കെടുക്കാൻ സാധിക്കും. പിന്നീട് തമ്പമാൻ അതുവും നിലയുള്ള വലിയ മായയെയും കൂടെ ശവം ചുടു തടിപോൽ പോകും. തദ്വർത്തി പ്രതിപാദേന പരിപ്രശ്നേന സേവയ. ഉപദേശാന്തിതേ ജ്ഞാനം എന്നുള്ളത് സ്വാമി പാടി, ഉപദേശാന്തിതേ അജ്ഞാനം എന്ന് പാടി. കാരണം വന്ന് പിണഞ്ഞിരിക്കുന്ന ഇതിനെ അതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ അവിദ്യ കൊണ്ട് തന്നെയാണ് നശിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കും. ഈ ഒരു അസ്ത്രത്തിന് വേറൊരു പ്രതിഅസ്ത്രം കൊണ്ടാണ് തടുക്കുന്നത്. ഒരു വിഷത്തിന് വേറൊരു വിഷം ഉപയോഗിച്ചാണ് കെടുത്തുന്നത്. മുള്ളിൽ പറ്റിയ അഴുക്കിനെ വേറൊരു അഴുക്കൊണ്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ഈ അജ്ഞാനം കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ അവിദ്യ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. അതാണ് സ്വാമി പറഞ്ഞത്, തദ്വത്തി പ്രതിപാദേന പരിപ്രശ്നേന സേവ. ഇതിന്റെ അർത്ഥം തദ്വത്തി എന്ന് പറഞ്ഞാൽ ആത്മവിചാരം. തദ്വത്തി പ്രതിപാദേന, അതായത് ശ്രുതികൾ പറയുന്ന രൂപത്തിലും, പരിപ്രശ്നേന അതിന് സംശയങ്ങൾ ചോദിച്ച് പഴകുന്ന രൂപത്തിലും, സേവയ ഗുരുവിനെ സേവിച്ചും കൊണ്ട് ഉപദേശങ്ങളെ കേട്ടാൽ അവരെന്താണ് ചെയ്യുന്നത്? ഉപദേശാന്തിതേ അജ്ഞാനം, അവര് അജ്ഞാനത്തെ ഉപദേശിക്കും. ജ്ഞാനിന് തത്വദർശിത്വം ഇത് സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ അജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത്. ജ്ഞാനം ഉപദേശിക്കാൻ പറ്റില്ല. ജ്ഞാനം എന്ന് പറയുന്നത് അലൗകികമാണ്. അത് ഈ പറഞ്ഞ നാമരൂപ ആത്മകമല്ല ജ്ഞാനം. പക്ഷെ ഈ ജ്ഞാനം നമുക്ക് അനുഭവമായിട്ട് വരും. ഈ ഉപദേശത്തെ തുടർന്ന് സംഭവിക്കുന്ന ജ്ഞാനമാണ്. പക്ഷെ ഞാൻ ഉപദേശിക്കാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉപദേശിച്ചു. പക്ഷെ ചെയ്യുന്നത് എന്താണ്? അജ്ഞാനത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ആ പദ്യം. തദ്വത്തി പ്രതിപാദേന പരിപ്രശ്നേന സേവയ ഉപദേശാന്തിതേ അജ്ഞാനം. ഞാനിന് തത്വദർശികളായിരിക്കുന്ന മഹത്തുക്കളാണ് ഈ അജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. വാസ്തവത്തിൽ അതേ ലൗകികമായ ഭാഷയിൽ ഉപദേശിക്കുകയല്ലേ. അതെങ്ങനെയാണ് ജ്ഞാനമാവുന്നത്? അതിൻ്റെ വിവേകത്തിൽ ഈ ജ്ഞാനം ഉദയമാവും. അതാണ് അത് സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഈ പദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്.